ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനില്ല ഒരു വിരുന്നുകാരൊക്കെ വരുമ്പം ഈസി ആയിട്ട് എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയോട് കൂടിയിട്ട് തന്നെ ഫുൾ ചിക്കൻ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. പിന്നെയെന്ന് വെച്ചെങ്കിൽ ഫുൾ ചിക്കന് നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ചിക്കന് നന്നായിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് വരഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ അത് അവിടെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, പിന്നെ വരഞ്ഞെടുക്കാം. പിന്നെയെന്ന് വെച്ചെങ്കിൽ ഇതിലേക്ക് ഞാനിപ്പോൾ എടുക്കുന്ന മസാലകൾ എന്ന് വെച്ചെങ്കിൽ ഒരു 3 മീഡിയം സൈസിലുള്ള സവാള എടുത്തിന്. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാതായിട്ട് കട്ടാക്കി എടുത്തിന്. പിന്നെ കുറച്ച് ഒരു പിടി മല്ലിയിലയും നല്ല കൈവെള്ളയിലും പിടിയോടെ എടുക്കണം കേട്ടോ. പിന്നെയെന്ന് വെച്ചെങ്കിൽ ഇതിലേക്കില്ല മല്ലിച്ചപ്പും പുതിനയും എടുക്കണം. അപ്പോൾ അതും കയ്യിൽ നല്ല നിറയെ എടുത്തിട്ട് കട്ടാക്കിയിട്ട് വെക്കണം. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ ഒരു 3 പച്ചമുളക്, ഇത്രയും ഐറ്റംസ് എടുത്തിട്ടില്ലേ നല്ല പോലെ ഇങ്ങനെ അരച്ചെടുത്തിട്ട് വരണം. ഒരു സിം വെള്ളമൊന്നും കൂട്ടാതെ തന്നെ അരച്ചെടുത്തിട്ട് വന്ന അരപ്പിത്. വെള്ളമൊന്നും കൂട്ടാതെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് അതിന് ഈ ഒരു രീതിക്ക് അരച്ചെടുത്തിന്. ഇനി ഇതിലെ മാറ്റിയിട്ട് വെക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു പേസ്റ്റ് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്താക്കിയെന്നറിയോ, ഈ മിക്സിയുടെ ജാറിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, വെള്ളമൊന്നുമില്ലാതെ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ആ ഒരു രീതി ഇല്ലാത്താവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയിൽ ഈ മസാല ഇട്ട് കൊടുത്തിനെ. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 ചിക്കൻ ആയതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഇനിയിലേക്ക് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അതെന്ന് വെച്ചെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഗരം മസാല പൗഡറിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തോ. ഇനിയിലേക്ക് എരിവിനനുസരിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് എന്താ പറയുന്നത് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണല്ല, 2 ടീസ്പൂണ്. പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാല പൗഡർ, അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇനി കസൂരി മേത്തില്ലേ, അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു എന്താ പറയുക ഇത്രയും ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് വറുത്തിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല, അങ്ങനെ ഞാൻ കസൂരി മേത്തിയുടെ ഇല അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. അപ്പോൾ നമുക്ക് ഫുൾ ചിക്കൻ 3 വേണം, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. 3 ചിക്കനനുസരിച്ചിട്ട് നമ്മൾ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 3 അനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ്. വിനീഗർ ഒരു 4 ടേബിൾ സ്പൂൺ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വിനീഗർ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വെള്ളമൊന്നും ഈ പൊടികൾക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ മൊത്തത്തിലൊന്ന് അരഞ്ഞു കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പച്ച മസാലയിലേക്ക് നമുക്ക് ഈ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ അരച്ച് വെച്ച ഈ പച്ച മസാലയിലേക്ക് നമ്മൾ ഇപ്പോൾ അരച്ച് വെച്ച ഈ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ 2 മസാലയും കൂടിയിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഉപ്പ് നമുക്ക് ഈ മിക്സ് ആക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ കുറവുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ അളവൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്കറിയുമല്ലോ, ആ ഒരു രീതിക്കാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ നേരത്തെ ചിക്കന് കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ ചിക്കനൊന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല, മൊത്തത്തിലൊന്ന് നന്നായിട്ട് വരഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചിക്കന് ഒരു അരമണിക്കൂർ നമ്മൾ എന്താ പറയുക, ഈ ചിക്കൻ ഇങ്ങനെ നമുക്ക് ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രിയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെ അല്ലെങ്കിൽ ഒരു 11 മണി ആ ടൈമിൽ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ടും ചെയ്യാറുള്ളത്. അപ്പോൾ നല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഇപ്പോൾ ഇത് പെട്ടെന്ന് നമ്മൾ അരമണിക്കൂറിൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ കാണിച്ച് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടുതൽ ടേസ്റ്റും നമ്മളിങ്ങനെ എന്താ പറയുക മസാലയൊക്കെ പുരട്ടി ഓവർനൈറ്റൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടാക്കുന്നതിനാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒരു 20 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. അതിൽ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലകൾ ഓരോ ചിക്കനായിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് എന്താ പറയുക അതിൻ്റെ നമ്മൾ വരഞ്ഞെടുത്തിട്ടില്ലേ ആ ഒരു ഉൾഭാഗമൊക്കെ നന്നായിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഫുൾ ചിക്കൻ്റെ കുറേ വീഡിയോസ് ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫാസ്റ്റ് കുക്ക് ആൻഡ് വ്ളോഗ് എന്ന് പറയുന്ന ആ ചാനലിൽ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ രീതിക്കുള്ള ചിക്കനും അതുപോലെ കുക്കർ ചിക്കനും ഫുൾ ചിക്കനും ഗ്രേവി ചിക്കനും എന്താ പറയുക എല്ലാ തരത്തിലുള്ള ചിക്കൻ്റെ റെസിപ്പീസും ഞാൻ ഫാസ്റ്റ് കുക്ക് ആൻഡ് വ്ളോഗ് എന്ന് പറയുന്ന ആ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ മസാലകളൊക്കെ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഓരോ ചിക്കനായിട്ട് ഞാൻ കുക്കറിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ചിക്കന് മാത്രം എടുത്ത് എന്താ പറയുക കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 വിസിൽ അടിക്കണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാലകളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ പുരട്ടിയ മസാലകൾ മാത്രം വെച്ചിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ബാലൻസ് ഉള്ള ഈ മസാലകൾ നമ്മളൊരു ഫ്രൈ പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മസാലകളൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. 3 വിസിലിന് ശേഷം ഞാൻ കുക്കറൊന്ന് അടുപ്പത്തുനിന്നും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ചിക്കന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിക്കന് 3 വിസിൽ വെച്ചത് കൊണ്ട് തന്നെ ഇതിൽ കുറേശ്ശെ വെള്ളം ഒന്ന് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ ഈ വെള്ളം ഞാൻ ഫ്രൈ പാനിൽ മസാലയിലേക്ക് ഞാനിപ്പോൾ ഇങ്ങനെ മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് നല്ല ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും മസാലയിൽ നല്ലൊരു എന്താ പറയുക മണവും ഫ്ലേവറും മൊത്തത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് നല്ല ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ ഫുൾ ചിക്കൻ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു ഈ പാന് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ മസാലകൾ ഈ ചിക്കൻ്റെ സ്റ്റോക്കും എല്ലാം കൂടിയിട്ട് മൊത്തത്തിലൊന്ന് മിക്സായിട്ട് ഇട്ടണം. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിലൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൊത്തത്തിൽ ഈ മസാലകളൊക്കെ ഈ ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിലിട്ട് കൊടുക്കുമ്പോൾ തന്നെ എന്താ വെച്ചാൽ 3 വിസിൽ മൊത്തത്തിൽ അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 3 വിസിൽ അടിച്ച് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചും എല്ലാ സൈഡും മൊത്തത്തിലൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് ഗ്രേവിയൊക്കെ ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം നല്ലൊരു എന്താ പറയുക സ്മോക്കി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഒരു ഫോയിൽ പേപ്പർ എടുത്ത് ഞാൻ അതിലേക്ക് ഈ ചിക്കന് മാറ്റി വെച്ചിട്ട് ഇതിലുള്ള എല്ലാ മസാലകളും മൊത്തത്തിലൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫോയിൽ പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ ആവശ്യമുള്ളപ്പം എടുത്ത് കഴിക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തണുത്ത് പോവില്ല, നല്ല ചൂടോടെ തന്നെ ഇരിക്കുകയും ചെയ്യും. അതുപോലെ നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതുപോലെ
ഫുൾ ചിക്കൻ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ